നമസ്കാരം. ഇന്ന് ഞാനൊരു മാരത്തോൺ കാണാൻ പോവാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ മാരത്തോണിൽ എൻ്റെ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരും എൻ്റെ സുഹൃത്തുക്കളും പങ്കെടുക്കുന്നുണ്ട്. എനിക്കും പങ്കെടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല. മെട്രോ ഇറങ്ങി താഴെ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴാണ് ഈ ആൾക്കാരൊക്കെ കണ്ടത്. അത്രയും ആൾക്കാർ, 2-3 ബസ് ഇതിൻ്റെ മുന്നേ പോയി. ഞാൻ ഉന്തി തള്ളി കയറി ഒരു സീറ്റ് പിടിച്ചു. അപ്പുറം ആൾക്കാരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുവാണ് ബസ്സിൽ. അങ്ങനെ ബസ് നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടിറക്കി. എല്ലാവരും ഞാൻ ലൊക്കേഷൻ നോക്കിയത് സ്ഥലത്തല്ല ബസ് കൊണ്ടിറക്കിയത്. എല്ലാവരും നടക്കുന്നുണ്ട്, ഞാനും നടന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആളുണ്ട് സ്റ്റേഡിയത്തിലൊക്കെ. ഞാൻ ചുറ്റും നോക്കി, ഒന്നും മനസ്സിലായില്ല. അങ്ങനെ എത്തിയിട്ടുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല, ആരും കാണുന്നില്ല. ഭക്ഷണമുണ്ട്. ഇവിടെയായിരിക്കും ഫിനിഷിംഗ് പോയിൻ്റ് മിക്കവാറും. നമ്മളെ ടീമൊക്കെ ഓടിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ വരാൻ കുറേ വൈകി. ഞാൻ വിചാരിച്ചു ഇവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെയല്ല, നമ്മളെ ബിനോജ് വായനെ വിളിച്ചപ്പോൾ അറിഞ്ഞത് ഈ ക്യൂവിൽ നിന്ന് നടന്നൊരു 2 കിലോമീറ്റർ പോകുമ്പോഴാണ് ഇതിൻ്റെ തുടക്ക സ്ഥലം. ഇതിൽ അങ്ങോട്ട് പോവാം. ലൈവ് കാണിക്കുന്നുണ്ട്. ഒരു അച്ഛന് ഓടി ഫിനിഷ് ചെയ്തതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കത് കാണുന്നുണ്ടോ അറിയില്ല. വീഡിയോ എന്തായാലും എനിക്ക് നിൽക്കേണ്ട കാര്യമില്ല. ഓടാൻ വരുന്നവർക്ക് വേണ്ട എല്ലാ സാധനവും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഷൂ, എല്ലാ സാധനവും നോക്കിയാൽ മനസ്സിലാവും. ഇത് ഡക്കാത്തലം പോലത്തെയാണല്ലോ. എനിക്കിവിടുത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെങ്ങനെ പുറത്ത് കിടക്കും? ഇവിടുന്ന് പുറത്ത് കടക്കാനുള്ള വഴി എവിടെ? ഇതാണെന്ന് തോന്നുന്നു. ഈ വഴിയായിരുന്നു, ഈ കോൾഗേറ്റിൻ്റെ ബാനറൊക്കെ കുത്തി വെച്ച വഴിയിലൂടെയായിരുന്നു വരേണ്ടതെന്ന്. അങ്ങനെ നടക്കുന്ന ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ടീംസിനെ ഞാൻ കണ്ടത്. നമ്മളെ താര ഇതാ, ഭയങ്കര ഓട്ടാണ്. അതെ ഓടി നടക്കരുത്. അത് കൊള്ളാം, നല്ല ടൈമിംഗ് ആയിരുന്നു. ഇതുവഴിയാണ്, ഈ കായലിന് ചുറ്റുമാണ് ഓടുന്നവർ. തണുപ്പ്, നല്ല തണുപ്പുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ആശ്വാസങ്ങൾ കഴിക്കാൻ കുറച്ചാവട്ടെ. അങ്ങനെ അവിടുന്ന് ഞാൻ നടന്നു. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ഞാനും മേടിച്ചു വന്നു ചുവന്ന കാള. ഈ മാരത്തോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രോസ് കൺട്രി മത്സരമാണ്. പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇതിലെ 30 കിലോമീറ്റർ റേസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് 30 കിലോമീറ്റർ മാത്രമല്ല, 15 കിലോമീറ്റർ, 5 കിലോമീറ്റർ, പിന്നെ കുട്ടികൾക്ക്. ഇവിടെ പഴം കൊടുക്കുന്നുണ്ടെന്നോ. ഇത് നല്ല പരിപാടിയാണല്ലോ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആരും വീട്ടിൽ കൊണ്ടുപോയില്ല, ഇവിടുന്ന് കഴിച്ചിട്ടില്ല പോകാൻ പറ്റും. ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട 30 കിലോമീറ്റർ റേസ് നടക്കുന്നത്. കഞ്ഞിരോളുണ്ട്. ഞാൻ നടന്നങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പേര് TCS ലീഡിംഗ് കൊലപ്പറ്റ് എന്നാണ്. ഇത് 9ാമത്തെ വർഷമാണ് TCS ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോരുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ വാമപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറയായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ദുഷ്ടനത് നിലത്ത് വെച്ചു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടുന്ന് കൂട്ടയോട്ടം ആരംഭിക്കും. ശരിയാ, ഇവിടെ നിന്നിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു തോന്നുന്നു ഓടേണ്ട ആയിരിക്കും. അങ്ങോട്ടാണ് ആ കായലിൻ്റെ ഇതൊക്കെ വരുന്നത്. ഇവിടെ കാര്യമായിട്ട് ഇത് നടക്കുന്നുണ്ടല്ലോ, ക്യാമറ ഉണ്ടല്ലോ. ഇപ്പോൾ സൗമ്യൊക്കെ ഓടുന്നത് 15 കിലോമീറ്ററിൻ്റെ ആണ്. ഇനിയിപ്പോൾ 30 കിലോമീറ്ററിൻ്റെ ഇപ്പം അടുത്ത് തുടങ്ങും. അതിൻ്റെ തയ്യാറെടുപ്പാണ് എല്ലാവരും. വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് കണ്ടാൽ ക്ഷീണം വരും നമുക്ക് തന്നെ. ഇനിയിപ്പോൾ ഏതായാലും ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവാം. നമ്മൾ അങ്ങോട്ട് പോവാം, ഫിനിഷിംഗ് പോയിന്റിലേക്ക്. ഈ സമയത്ത് നല്ല തണുപ്പുണ്ട്. ഇവരൊക്കെ രാവിലെ ഒരു 9:30-10 മണിയായി കാണാം അവർ വന്നപ്പോൾ. ആ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്ന പറഞ്ഞ്. എന്തൊരു ആൾക്കാരാണ്. ഇവരെല്ലാം കൂടി കൂട്ട ഓട്ടം നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ?
എൻ്റെ പെരുമാളെ, ഈ 2024 നടക്കുന്ന ഈ റേസ് 60ാമത്തെ റേസാണ്. ഓരോ വർഷം ആൾക്കാർ കൂടിക്കൂടി വരുവാണ് ഈ റേസിൽ പങ്കെടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ അതേ വഴിയിലൂടെ തിരിച്ചു പോവാണ്. നമ്മുടെ നേരത്തെ ഞാൻ ആദ്യം വന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ അമ്മ, എത്ര ആൾക്കാരാന്ന് പോകുന്ന നോക്കി. അത്ര ആളുടെ ഇടയ്ക്ക് ഇനി തിരിച്ച് അതേ വഴി നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഷോർട്ട് കട്ട് എടുത്ത് ഒരു സെമിത്തേരിയുടെ ഉള്ളിലെ ഇപ്പോൾ പോവാണ്. അവരുടെ ഇത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇത് വഴിയാണ് അവർ നേരത്തെ ഓടുന്നുണ്ടായത്. അവരുടെ റേസ് 15 കിലോമീറ്റർ റേസാണ്. അത് കഴിഞ്ഞു. ആ, അടിപൊളി. എന്താ രസം. TCS തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കൈയൊക്കെ ഇനി ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങേണ്ടി വരും. അയ്യോ, എൻ്റെ അമ്മ, എത്ര ജനങ്ങളാ! ഒഴുകുവാണ് ജനങ്ങൾ. നാട്ടിൽ ആരാധനക്കൊക്കെ ആൾക്കാർ പോകുന്ന പോലെ. ഓ, ഇത് നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തല്ല ഫിനിഷിംഗ് പോയിൻ്റ്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഫിനിഷിംഗ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ് നടന്നിട്ട്. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. നമ്മുടെ ഇപ്പോൾ ഫിനിഷിംഗ് പോയിൻ്റ് അടുത്തെത്തി. ഇവിടെ പൂവൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ ഓടി അവരുടെ സാധനങ്ങളാണ്. നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ അവർ കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റിൽ അവരെത്തിക്കും. അതിന് ചെറിയൊരു ഫീസും ഉണ്ട്. ഇതിപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. ഞാൻ ഏതായാലും അങ്ങോട്ട് ഇറങ്ങി കണ്ട് നമ്മുടെ ഇന്ത്യൻ പതാകയൊക്കെ ഉള്ള സ്ഥലത്തായിരിക്കും മിക്കവാറും ഫിനിഷിംഗ് പോയിന്റ്. ഇന്നലെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല ചളി ആയിട്ടുണ്ട്. നല്ലൊരു സ്ഥലത്തോ കൂടി നോക്കി നടക്കാം. ഫിനിഷ് ചെയ്ത ആൾക്കാരൊക്കെ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കോൾഗേറ്റിൻ്റെ മുന്നിൽ വെച്ച്. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇതുവഴിയാണ് ഓടിയ ആൾക്കാർ വരുന്നത്. അവിടുന്ന് മെഡൽ കൊടുക്കുന്നുണ്ടല്ലോ. TCSൻ്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഒരു ചങ്ങായി ഫിനിഷ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഏയ്, ഫോട്ടോ. Tell me, how is your experience? Oh, it was very nice. I feel amazing after running this. Thank you so much. Thank you. വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു ഓട്ടം? സൂപ്പറായിരുന്നു. എത്ര കിലോമീറ്റർ? 15 kilometers. 2 മണിക്കൂറിൽ ഞാൻ കവർ ചെയ്തു. ആണോ? അതാണ് ഈ മെഡൽ. ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം ഇവരുടെ 30 ഇത് 15 കിലോമീറ്റർ റേസിനും ഉണ്ടായിട്ടുണ്ടാവും തോന്നുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്കാണ് ഇത് അവസാനിച്ചത്. കാണാം അവരുടെ മുന്നിലെ ക്യാമറയും വണ്ടിയിലെ ക്യാമറ ഒക്കെ പോകുന്നുണ്ട്. എല്ലാവരും സ്വീഡനിലെ ആൾക്കാരാണ് മുന്നിൽ. ഈ 15 കിലോമീറ്റർ നോക്കി ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ TCSൻ്റെ ആൾക്കാരാണ് കാണാൻ പറ്റുന്നത്. അത് തന്നെ ഒരു സന്തോഷം തന്നെ. നമ്മുടെ 2 പേരും മെഡൽ കിട്ടിയ സന്തോഷത്തിൽ ഇതേ വരികയാണ്. 15 കിലോമീറ്റർ ഓട്ടം കഴിഞ്ഞത് 2 താരങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു? I feel proud to run today. I feel like a true TCS. We are the title sponsors of this Reading Open, and the race path was awesome. I really enjoyed. Never knew it was as exciting, and we were cheered all the way. Every kilometer, every half a mile, we were cheered all throughout. It was really a nice experience. Awesome experience. So I recommend every TCS to go through. Join for Really? Yeah. Oh my God. Thank you. Thank you. Ser vi damtäten. Vi ser första damlöpare inne på Grönstadgärdet just nu. Och då håller vi applåden ännu mer. എന്താ ഒരു സപ്പോർട്ടൊക്കെ ആൾക്കാരൊക്കെ ഓരോരോ ആൾക്കാർ വരുമ്പോൾ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യാണ്.
സ്വീഡനിൽ തന്നെ പല സ്ഥലത്തു നിന്ന് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും സപ്പോർട്ട് ചെയ്യുന്നത്. ഈ റേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഇതിൽ നമ്മൾ ഈ കാണുന്ന പുറകിൽ കാണുന്ന ഇത് തന്നെയാണ്. ഈ കാടും കുന്നും ചളിയുള്ള റോഡ്, ചളിയുള്ള വഴി, പിന്നെ കുന്നുകൾ ഉണ്ടായിരുന്നു, മരത്തിൻ്റെ വേര്, അങ്ങനെ പാറക്കല്ല്. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് വീടുകൾ കാണാം. വീട്ടിലുള്ള ആൾക്കാർ പുറത്ത് വന്ന് നിന്ന് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, ചില വീട്ടിലൊക്കെ പാട്ടൊക്കെ വെച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവർ പറഞ്ഞു. ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ. അപ്പോൾ അടിപൊളിയായിരുന്നു അല്ലേ? ഒരു ഗംഭീര സംഭവമായിരുന്നു. ഓടി വന്നവർക്കൊക്കെ PCS ഹൗസിൽ ഫുഡ് ഉണ്ട്, നമുക്ക് കിട്ടിയില്ല. യു ഹാഡ് റൈറ്റ് ഫുഡ്? നമ്മൾ ഇവിടുന്ന് എന്തായാലും കഴിക്കാൻ നോക്കാം. എന്തായാലും ഉണ്ടാവും. റൈസ്, ബർഗർ, ഓ ഹെവി ഫുഡ്. ഇതിനു വേണ്ടിയെങ്കിലും ഓടായിരുന്നു. നോക്കാം ഇവിടെ എന്തായാലും ഉണ്ടാവും. നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഇവിടുന്ന് എന്തായാലും കഴിക്കാം. എന്തൊക്കെയോ പറഞ്ഞു. ഇവിടെ മാത്രം ഒരു തിരക്കില്ലാത്ത സ്ഥലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളിവിടെ കയറി ഓർഡർ ചെയ്തു. എന്താണെന്നറിയില്ല. ഇല്ല, അത് രണ്ടും ഒന്ന് ഇത് തന്നെ ആയിരിക്കും. ഞാനൊരു മെക്സിക്കൻ ഇതാണ് ഓർഡർ ചെയ്തത്. നോക്കാം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും. നമുക്ക് അവിടെ ഇരിക്കാം. ഇതാണ് സാധനം. $30 കിലോമീറ്റർ ഓടി വന്ന ആൾക്കാരെ ഇതൊക്കെ. 30 കിലോമീറ്റർ 1.25 മണിക്കൂറുണ്ട് പുള്ളി ഓടി. കണ്ടോ, ഇവിടെ നിന്നാണ് എല്ലാവർക്കും വെള്ളവും ലഘുഭക്ഷണവും എല്ലാം. ഇനിയും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. എത്ര ആൾക്കാരെ 30 കിലോമീറ്റർ ഓടാൻ വേണ്ടി. ഇവിടെ ആൾക്കാർ കൂടി, നേരത്തെ ഇരട്ടി ആൾക്കാരായി. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. ജാഥയാതിയായി ആൾക്കാർ പോവാണ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. സ്വീഡനിലെ ഇനി വേറൊരു വിശേഷമായി വേറൊരു വീട്ടിൽ കാണാം. അപ്പോൾ ടാറ്റാ.